കായംകുളം ബി.ജെ.പി. മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനമുന്നേറ്റ സദസ്സ് നടത്തി. വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് വന്ന 218ഓളം പേരെ യോഗത്തിൽ സ്വീകരിച്ചു. ബി.ജെ.പി. കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആയിരുന്നു ജനമുന്നേറ്റ സദസ്സ് നടന്നത്. പരിപാടി സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന ശ്രീ സക്കീർ ഹുസൈൻ ഉൾപ്പെടെ 218ഓളം പഴയ സഖാക്കളെ, പുതിയ ബി.ജെ.പി. പ്രവർത്തകരെ, നല്ലവരായ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, കോൺഗ്രസിൽ നിന്നും മറ്റ് പാർട്ടികളിൽ നിന്നും പുതുതായി പാർട്ടിയിലേക്ക് ചേരുന്ന പുതിയ സഹപ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, മാധ്യമപ്രവർത്തകരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. യോഗത്തിൽ ബി.ജെ.പി. മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാംദാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഈ വരവ് നിങ്ങളുടെ മനസ്സിനകത്ത് വരണമെന്നുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. ഈ വരവ് ഒരല്പം കൂടി നേരത്തെ ആയിരുന്നുവെങ്കിൽ ഒന്നാം സ്ഥാനത്ത് ഭാരതീയ ജനതാ പാർട്ടി കായംകുളം നിയോജക മണ്ഡലത്തിൽ എത്തുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. ബി.ജെ.പി. ജില്ലാ അധ്യക്ഷൻ എം.വി. ഗോപകുമാർ മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്ന വികസന സങ്കല്പങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ പ്രാദേശിക തലത്തിലൂടെ അധികാരത്തിലൂടെ മാത്രമേ പൂർണ്ണമാകൂ എന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാന സമിതി അംഗം ബിപിൻ സി ബാബു ആമുഖ പ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ വിമൽ രവീന്ദ്രൻ, അരുൺ അനിരുദ്ധൻ, മണ്ഡലം പ്രഭാരി പ്രണവം ശ്രീകുമാർ, പാറയിൽ രാധാകൃഷ്ണൻ, പാലമുറ്റത്ത് വിജയകുമാർ, മഠത്തിൽ ബിജു, മോനിഷ, അഡ്വക്കേറ്റ് ഹരിഗോവിന്ദ്, വി കൃഷ്ണകുമാർ, എസ് സദാശിവൻ, രമേശ് കൊച്ചുമുറി, പ്രദീപ് കണ്ടല്ലൂർ, കെ പ്രസാദ്, ബിപിൻ രാജ്, ആർ വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കായംകുളം.